നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും വീഡിയോ കാണാൻ ശ്രമിക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ പെൻഷൻ ഇപ്പോൾ 1600 രൂപയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പല ആളുകൾക്കും 1400, 300, 200 എന്നിങ്ങനെ രൂപത്തിലാണ് ലഭിക്കുന്നത്. അതിന് കാരണം അവരുടെ കേന്ദ്രത്തു നിന്നുള്ള വിഹിതം. ചില ആളുകൾക്ക് 300 രൂപയാണ്, ചില ആളുകൾക്ക് 400 രൂപയാണ്, ചില ആളുകൾക്ക് 500 രൂപയാണ്. അങ്ങനെ പല രൂപത്തിലുള്ള കേന്ദ്രവിഹിതം വാങ്ങുന്ന ആളുകളുണ്ട്. ഓരോ സ്കീമിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും പെൻഷൻ കൊടുത്ത ആളുകൾക്ക് പല സ്കീമിലുമാണ് പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ മുഴുവൻ കൂട്ടുമ്പോൾ എല്ലാ ആളുകൾക്കും 1600 രൂപ തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമെല്ലാം പെൻഷൻ ലഭിച്ച ഒരുപാട് ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്നും വിഹിതം ലഭിച്ചിട്ടില്ല. പല ആളുകൾക്കും 9 മാസത്തെ വിഹിതം വരെ ലഭിക്കാനുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല ആളുകൾക്കും ഈ ഒരു പണം വരാത്തതിന് കാരണം നമ്മൾ അന്വേഷണത്തിൽ പോയി മനസ്സിലാക്കിയത് അവരുടെ ആധാർ കാർഡുമായി വന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. പല ആളുകളും ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല. പെൻഷൻ വരുന്ന അക്കൗണ്ട് നിർബന്ധമായും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക, എങ്കിൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അവർക്ക് ലഭിക്കുകയുള്ളൂ. പല ആളുകളും അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പിന്നെയും പ്രശ്നങ്ങൾ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തണം. അവിടെ പെൻഷൻ പോർട്ടലും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായി ലിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പെൻഷന് വേറെ രൂപത്തിലൊരു ID കൂടിയുണ്ട്. ആ ID കൂടി നമ്മൾ ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുക, എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും തുടർന്നും അവർക്ക് 1600 രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോഴും മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മസ്റ്ററിങ്. അതിനൊരു എക്സ്പയറി ഡേറ്റ് കൂടിയുണ്ട്. നമ്മൾ മസ്റ്ററിങ് എന്നാണോ ചെയ്തത്, അടുത്ത വർഷം ഇതേ ദിവസം അതിൻ്റെ കാലാവധി തീരും. അതിനു മുമ്പായി തന്നെ നമ്മൾ കറക്റ്റായി ചെക്ക് ചെയ്ത് എല്ലാ വർഷവും മസ്റ്ററിങ് പൂർത്തിയാക്കുക, എങ്കിൽ മാത്രമാണ് തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ 60 വയസ്സ് വരെ അവർ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും പുനർവാഹിത ആയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഒരു സത്യവാങ്മൂലം നമ്മൾ പഞ്ചായത്തിലെത്തിക്കണം. അത് പല ആളുകൾക്കും നേരിടുന്ന പ്രശ്നം, അവർ ചിലപ്പോൾ അത് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടാകും, അത് വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകും. അത് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ആരുടെ കയ്യിൽ കൊടുത്താലും ശരി, അത് നേരിട്ട് അവിടെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അത് വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് പഞ്ചായത്തിൽ കൊടുത്ത് അതിൻ്റെ കൈപ്പറ്റ് രസീറ്റ് വാങ്ങുന്നതാണ്. എങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ കൈപ്പറ്റ് രസീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. നേരിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് 60 വയസ്സാകുന്നതിന് നിർബന്ധമായിട്ടും കൊടുക്കണം. പല ആളുകളും അവർക്ക് ചിലപ്പോൾ അവരുടെ കണക്കനുസരിച്ച് ചിലപ്പോൾ 60 വയസ്സായിട്ടുണ്ടാകാം. പക്ഷേ അവർ അന്ന് പെൻഷൻ എടുക്കാൻ കൊടുത്ത സമയത്ത് കൊടുത്ത രേഖകൾ, അന്ന് കൊടുത്ത ആധാർ കാർഡിലോ മറ്റ് രേഖകളിലോ അവർക്ക് 60 വയസ്സായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് രേഖകളിൽ എന്നാണോ 60 വയസ്സാകുന്നത് അതുവരെ നിർബന്ധമായിട്ടും ആധാർ കാർഡിൽ കൊടുക്കുക. അതിൽ പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കാതെ കൊടുത്തിട്ടുണ്ടാകും. പിന്നീട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് ആധാർ കാർഡിലെ വയസ്സ് ചിലപ്പോൾ അവർ കുറച്ചിട്ടുമുണ്ടാകും. എങ്കിലും പെൻഷൻ വെബ്സൈറ്റിലെ അഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ വയസ്സ് പഴയ ആധാർ കാർഡിൽ അത് തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ നിർബന്ധമായും പുതിയ ആധാർ കാർഡ് പെൻഷൻ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും റെഡിയാക്കുക, എങ്കിൽ മാത്രമാണ് തുടർന്നവർക്ക് ഈ പെൻഷൻ മറ്റ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അവൾ 60 വയസ്സായിട്ടൊന്ന് വിചാരിച്ച് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ മുടങ്ങും, മറ്റു കാര്യങ്ങൾ ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആളുകൾ, വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. സർക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ കർശനമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക, എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.